ഡ്രോണുകളെ തകർക്കാൻ ഭാർഗവാസ്ത്രയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യ. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അതായത് ഡ്രോണുകളാണ് ഇനിയുള്ള കാലത്ത്, അതായത് നമ്മുടെ ഈ മേഖലയുടെ യുദ്ധത്തിൻ്റെ തന്ത്രം മുഴുവൻ മാറ്റിമറിച്ചിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം. ഇവിടെ ഏരിയൽ വാറിലേക്ക് കടന്നു, ആ ഏരിയൽ വാറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഡ്രോണുകൾ അയക്കുന്നു, അതിനെ പ്രതിരോധിക്കുന്നു, മിസൈലുകൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ യുദ്ധത്തിൻ്റെ കൺവെൻഷണൽ വാർഫെയറിൻ്റെ എല്ലാ രീതികളും ലംഘിച്ചുകൊണ്ട് പുതിയ രീതിയിലേക്ക് യുദ്ധം നയിക്കപ്പെടുന്നു. തുർക്കിയുടെ 400-ലേറെ മിസൈൽ ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് അയക്കുന്നു. പാകിസ്ഥാൻ അതിനെല്ലാം ഇന്ത്യ തകർത്ത് ഭസ്മമാക്കുന്നു. ഇവിടെ ഡ്രോൺ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ഒരു പുതിയ ആയുധമാണ് ഭാർഗവാസ്ത്ര. ഒഡീഷയിലെ ഗോപാൽപുരി ഫയറിംഗ് റേഞ്ചിലാണ് ഇതിൻ്റെ ടെസ്റ്റ് ഫയറിംഗ് നടന്നത്. നാഗ്പൂർ ആസ്ഥാനമായുള്ള എയ്റോസ്പേസ് ലിമിറ്റഡ് ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് വലിയ കരുത്ത് പകരാനുള്ള ശേഷി ഇതിനുണ്ട്. ഡ്രോണുകളുടെ കൂട്ടമായുള്ള വരവിനെ ഇത് ചെറുത്തു തോൽപ്പിക്കാൻ കഴിയും. അങ്ങനെയുള്ള വലിയ ഒരു മിസൈൽ സംവിധാനമാണ് ഭാർഗവാസ്ത്രം. നമ്മുടെ ഭാർഗവരാമൻ്റെ മഴുവിനോടാണ് ഇതിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഭാർഗവരാമൻ്റെ ആയുധമാണ് ഭാർഗവാസ്ത്രം. അദ്ദേഹം തപസ് ചെയ്ത് നേടിയതാണ്. അത് പിന്നീട് പലർക്കായിട്ട് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഭാർഗവാസ്ത്രത്തിൻ്റെ ശേഷി വളരെ വലുതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനോട് അനുബന്ധിച്ച് തന്നെ നമുക്ക് പരിശോധിക്കാൻ കഴിയുന്ന മറ്റ് ചില വസ്തുതകളുണ്ട്. അതായത് ഇന്ത്യക്ക് സമീപകാലത്തായി ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ആയുധങ്ങൾ ഏതൊക്കെയാണ്? ഇതിപ്പോൾ ഈ ലേറ്റസ്റ്റ് ഇൻവെൻഷൻ ആണല്ലോ. ഇതല്ലാതെ നമുക്ക് മറ്റു ചില അസ്ത്രങ്ങൾ കൂടെയുണ്ട്, ആയുധങ്ങൾ കൂടിയുണ്ട്. ആ അസ്ത്രങ്ങളും ആയുധങ്ങളും ഏതൊക്കെയെന്ന് നോക്കാം. നാഗ് മാർക്ക് 2 എന്ന് പറയുന്ന M2 എന്ന് വിളിക്കുന്ന ആൻറ്റി ടാങ്ക് മിസൈലുണ്ട്. ടാങ്ക് വേധ മിസൈൽ എന്ന് പറയും. നമുക്കറിയാം റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൽ യുക്രൈൻ ഏറ്റവും അധികം പിടിച്ചു നിന്നത് ഈ ജവാലിയൻ എന്ന് പറയുന്ന ടാങ്ക് വേധ മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒക്കെ നൽകിയതാണത്. നമ്മുടെ ഈ നാഗ് മാർക്ക് 2-ൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 7 മുതൽ 10 വരെയാണ്. 12 വരെയൊക്കെ സഞ്ചരിക്കാൻ കഴിയുമെന്നും പറയപ്പെടുന്നുണ്ട്. മോഡേൺ ആർമേഡ് വെഹിക്കിൾ, അതായത് കവചിത വാഹനങ്ങൾ, അതായത് ഇൻഫൻട്രി സൈന്യം കാലാൾപ്പട മുന്നേറുമ്പോൾ എപ്പോഴും അവർ മുന്നിൽ പോവുക ഈ പറയുന്ന കവചിത വാഹനമാണ് ഇൻഫൻട്രി വെഹിക്കിൾ. നമ്മുടെ ഈ ടാങ്ക് പോലെ തന്നെ ഇരിക്കും കാണാനായിട്ട്. പക്ഷേ ഈ ടാങ്കിലുള്ള പോലത്തെ നീണ്ട ഈ ഷെല്ല് ഫയർ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇതിനകത്ത് ഉണ്ടാകില്ല. പക്ഷേ ഇതിനകത്തൊരു വലിയ ഗണ്ണുണ്ടായിരിക്കും. ആ ഗണ്ണ് വെച്ച് ഫയർ ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെയുള്ള ഒരു ആർമേഡ് വെഹിക്കിൾ എന്ന് പറയുന്നതിന് കവചിത വാഹനം. അതിൻ്റെ പിന്നിലായിട്ടാണ് കാലാൾപ്പട നിരന്ന് വരുന്നത്. അവർക്ക് അതിനെ പിന്നിലാണ് ഒളിച്ചു നിന്ന് യുദ്ധം ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഈ ആർമേഡ് വെഹിക്കിളിൻ്റെ ഉള്ളിൽ 10-15 പേർക്ക് ഇരിക്കാനും കഴിയും. അപ്പോൾ ഈ വെഹിക്കിളുകളൊക്കെ തകർക്കാൻ കഴിയുന്ന ശേഷി നാഗ് M2 എന്ന് പറയുന്ന മിസൈൽ സിസ്റ്റത്തിനുണ്ട്. നാമിക, അതായത് നാഗ് മിസൈൽ കാരിയർ എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം കാരിയർ ഉണ്ട്. ഈ മിസൈലുകളെ വഹിക്കാൻ ശേഷിയുള്ള വാഹനം, അതിൽ നിന്ന് ഇതിനെ ലോഞ്ച് ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് മറ്റൊരു ആയുധം കണ്ടെത്തിയുള്ള ASMI എന്ന് പറയും. അതായത് മഷീൻ പിസ്റ്റളാണത്. അത് ഇന്ത്യ തദ്ദേശീയമായിട്ട് പ്രസാദ് ബൻസോദ് എന്ന് പറയുന്ന ഒരു കേണൽ വികസിപ്പിച്ചെടുത്ത ഒരു ആയുധമാണത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് റേഞ്ചിൽ 100 മീറ്ററൊക്കെ വെടിവെക്കാൻ കഴിയുന്ന ഒരു പിസ്റ്റളാണ്. അത് മെഷീൻ പിസ്റ്റളാണ്. നമുക്ക് കാർബൈനൊക്കെ മുമ്പ് ഉപയോഗിച്ചിരുന്ന പോലെ ഉള്ള ഒരു ഷോർട്ട് ഗണ്ണാണ്. ആ ഷോർട്ട് ഗൺ സ്റ്റൺ ഗണ്ണുകൾക്ക് സമാനമായിട്ടുള്ളതാണ്. ഉസി എന്നൊക്കെ പറഞ്ഞുള്ള മറ്റ് റഷ്യൻ ഗണ്ണുകളൊക്കെ ഇതിനൊക്കെ തയ്യാറല്ല. UZI അങ്ങനത്തെ ഗണ്ണുകളൊക്കെ ഉണ്ട്. ഇതിനെയൊക്കെ തുല്യമായിട്ടുള്ള ഒരു ഈ കോമ്പാക്റ്റ് ഓപ്പറേഷൻസിന്, നമുക്ക് തൊട്ടടുത്തുള്ള ശത്രുവിനെയൊക്കെ നേടാനൊക്കെയുള്ള ഓപ്പറേഷനുകൾക്ക്, കമാൻഡോ ഓപ്പറേഷനുകൾക്ക് ഏറ്റവും അധികം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മെഷീൻ ഗണ്ണാണിത്. 2 കിലോയെ ഭാരമുള്ളൂ. 33 ബുള്ളറ്റുകൾ ഒരേ സമയം നിറയ്ക്കാൻ കഴിയും. 50,000 രൂപ മാത്രമാണ് അതിൻ്റെ ചിലവ് എന്ന് പറയുന്നത്. വാങ്ങിക്കാനായിട്ട് ഒരു യൂണിറ്റിൻ്റെ ചിലവാകുന്നത്. പിന്നെ തവോർ X95 എന്ന് പറഞ്ഞ ഒരു റൈഫിളുണ്ട്. ഇസ്രയേൽ മെയ്ഡാണ്. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബുൾപപ്പ് എന്ന് പറയും. അതായത് ഇതിൻ്റെ ക്യാച്ച് വരുന്നത്, ട്രിഗർ വരുന്ന മുൻഭാഗത്തും മാഗസിൻ, ബുള്ളറ്റ് ലോഡ് ചെയ്യുന്ന മാഗസിൻ പിൻഭാഗത്തുമാണുള്ളത്. അങ്ങനെയുള്ള ഒരു ഗണ്ണാണിത്. തവോർ സാധാരണഗതിയിൽ നമുക്കറിയാം, തവോർ എന്ന് പറയുന്ന മുൻപ് തന്നെ ഇസ്രയേൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2010-11 ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളതായിരിക്കണം. അത്തരത്തിലുള്ള ഈ റൈഫിളുകളൊക്കെ ഇന്ത്യയിൽ എത്തിയിരുന്നു. ഇന്ത്യൻ സ്പെഷ്യൽ ഫോഴ്സസൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ NSG കമാൻഡോസ്, SPG ഇവരെല്ലാം ഉപയോഗിക്കുന്നത് ഈ തവോർ എന്ന് പറയുന്ന റൈഫിളാണ്. ഇത് വലിയ രീതിയിലുള്ള ശത്രുവിനെ ആഘാതമേൽപ്പിക്കാനും ആക്യുറേറ്റ് ആയിട്ടുള്ള ഫയറിങ്ങിനും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ ഒരു പുതിയ വേർഷനാണ് തവോർ X95 എന്ന് പറയുന്നത്. 5.56 mm ആണ് ഇതിൻ്റെ കാലിബർ, അതിൻ്റെ കപ്പാസിറ്റി ഉള്ളത്. 3 കിലോ മാത്രമാണ് ഇതിനുള്ളത്. ഭാരം കുറവാണ് എന്നുള്ളത് ഇതിൻ്റെ വലിയ സവിശേഷതയാണ്. മറ്റൊന്ന്, നമ്മളിപ്പോൾ ഇസ്രയേലിൻ്റെ ഒരു ഗണ്ണാണ് പറഞ്ഞതെങ്കിൽ, ഇസ്രയേലിൻ്റെ റൈഫിളാണ് പറഞ്ഞെങ്കിൽ, അടുത്തൊരു റൈഫിൾ വരുന്ന SIG 716 എന്ന് പറയുന്ന റൈഫിളാണ്. US മെയ്ഡാണ്, അമേരിക്കൻ നിർമ്മിതമാണ്. 73,000 റൈഫിളുകൾ
ഇന്ത്യ ഓർഡർ ചെയ്തിട്ടുണ്ട്. 2025 അവസാനത്തോടു കൂടി ഇതിൻ്റെ ബാക്കി പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഈ കൺസൈൻമെൻറ്റ് ഇന്ത്യയിലേക്ക് എത്തും. 73,000 തോക്കുകളാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഓട്ടോമാറ്റിക് അസൾട്ട് റൈഫിൾ വിഭാഗത്തിൽ പെടുന്നതാണിത്. ഇതിൻ്റെ കില്ലിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 600 മീറ്റർ ആണ്. 7.62 mm ബാരലാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അത്രയും ഒരു കുറച്ചുകൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ തവോർ X95-നേക്കാളും കുറച്ചുകൂടെ ദൂരം ഇതിന് റേഞ്ച് കിട്ടുന്ന ഒരു റൈഫിളാണിത്. പിന്നെ അടുത്ത് നമ്മൾ മൂന്നാമതായിട്ട് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയതും ഇനി വരാനിരിക്കുന്നതുമായിട്ടുള്ള AK-203, അത് AK-47 ഏറ്റവും പുതിയ വേരിയൻ്റാണ്. അത് റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത്. 7,70,000 പീസുകളാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഈ തോക്കുകൾക്ക് ഇപ്പോൾ അതിലേതാണ്ട് 35,000 നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ബാക്കി കൂടി ലഭിക്കാനുണ്ട്. 7.62 mm തന്നെയാണ്. നമ്മൾ SIG 716 പറഞ്ഞതുപോലെ സെയിം തന്നെയാണ്. പക്ഷേ റേഞ്ചിൽ കുറച്ചുകൂടെ വ്യത്യാസം വരും. ഏതാണ്ട് 800 മീറ്റർ വരെ ഇതിൻ്റെ കില്ലിംഗ് റേഞ്ച് ഉണ്ടാവും എന്നുള്ളതാണ്. 30 റൗണ്ട് കേപ്പബിലിറ്റി ഉള്ളതാണ്. അതായത് നമ്മുടെ ഏതാണ്ട് നമ്മൾ ഈ പറയുന്ന മെഷീൻ ഗണ്ണുകളിലെല്ലാം ഉള്ള AK-47 32 ഉള്ളത് മാഗസിൻ കപ്പാസിറ്റി. എങ്കിലും മാഗസിൻ്റെ ലൈഫ് കൂടുന്നതിന് വേണ്ടി നമ്മൾ എപ്പോഴും ഒരു 2 ബുള്ളറ്റ് കുറച്ചേ അതിനകത്ത് നിറയ്ക്കുകയുള്ളൂ. കാരണം ഇപ്പം മാഗസിൻ്റെ സ്പ്രിങ് പൂർണ്ണമായിട്ട് പ്രസ്സാവില്ല, അതിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളത്. എങ്കിലും 30 ബുള്ളറ്റ് ഇതിനകത്ത് നിറയ്ക്കാൻ കഴിയുമെന്ന് പറയുന്നു. ആവറേജ് അത്രയും തന്നെ ആയിരിക്കും അതിൻ്റെ കപ്പാസിറ്റിയും. പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് മറ്റൊരു റൈഫിളാണ് ഇപ്പോൾ പറഞ്ഞ AK-203 എന്ന് പറയുന്നത്. റഷ്യയുമായിട്ടുള്ള ഇതാണ്. അപ്പോൾ ഡ്രോണുകളെ ഇത് നന്നായിട്ട് വളരെ അതിശക്തമായി തകർക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ. അതെ ഈ പറയുന്ന AK നമ്മുടെ റൈഫിളുകളാണ്. പക്ഷേ ഈ നമ്മുടെ ആന്റി ഡ്രോൺ സിസ്റ്റം എന്ന് പറയുന്നത് വലിയ രീതിയിൽ തകർക്കാൻ കഴിയുന്ന മറ്റൊരു സിസ്റ്റവും കൂടി നമുക്കുണ്ട്. ഒഡീഷയിലെ ഗോപാൽപൂരിൽ വിജയകരമായി പരീക്ഷിച്ച് വിജയിച്ചു. അതെ. അതുപോലെ തന്നെ നമുക്ക് AI എനേബിൾഡ് ആയിട്ടുള്ള മറ്റൊരു സിസ്റ്റവും കൂടിയുണ്ട്. ഓട്ടോമേറ്റഡ് വെപ്പൺ സിസ്റ്റം അഥവാ ലീത്തൽ ഓട്ടോമാറ്റിക് വെപ്പൺ സിസ്റ്റം എന്നറിയപ്പെടുന്ന മനുഷ്യ സഹായമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന ആയുധമാണ്. ആൻറ്റി വെഹിക്കിൾ മൈനുകൾ, ആൻറ്റി പേഴ്സൺ മൈനുകൾ, അതായത് ഒരു വാഹനം കയറിയാൽ പൊട്ടുന്ന മൈനുകളുണ്ട്, കുഴിബോംബുകൾ. ഒരു ആള് നടന്നു പോകുമ്പോൾ ചവിട്ടിയാൽ പൊട്ടുന്ന ബോംബുകളും ഉണ്ട്. ഈ 2 ബോംബുകളെ കണ്ടെത്തി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ തകർക്കാൻ കഴിയുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ് AI എനേബിൾഡ് വെപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ MK2 എന്ന് പറയുന്ന ഒരു ലേസർ ഗണ്ണ് കൂടി നമുക്കുണ്ട്. ഗേസർ വെപ്പൺ സിസ്റ്റം. അത് DRDO വികസിപ്പിച്ചതാണ്, തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചതാണ്. ചെലവ് കുറവാണ്. ഇത് ഉപയോഗിച്ച്, അതായത് സാധാരണ ബുള്ളറ്റൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ മിസൈൽ ഉപയോഗിച്ചൊക്കെ ഡ്രോണിനെയും മിസൈലിനെയൊക്കെ തകർക്കുമ്പോൾ ഈ MK2 എന്ന് പറയുന്നത് ലേസർ ഉപയോഗിച്ച് ഈ പറയുന്ന ശത്രുവിൻ്റെ ഡ്രോണുകളും മിസൈലുകളൊക്കെ തകർക്കും. നേരത്തെ ബിനു പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും മികച്ച ആയുധമായിട്ട് ഭാർഗവാസ്ത്രം നിൽക്കുമ്പോഴും അതിനോടൊപ്പം MK2 എന്ന് പറയുന്ന ഈ പറയുന്ന ലേസർ സിസ്റ്റം വലിയ രീതിയിലുള്ള ആക്രമണത്തിന് ഇന്ത്യയെ സഹായിക്കും. അതുതന്നെയാണ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനത്തിലേക്ക് ഇന്ത്യ ഊന്നൽ നൽകുന്നു. സുരക്ഷിതമായ ഒരു ഇന്ത്യയെ സമ്പാദിക്കുന്നതിനൊപ്പം അസൾട്ട് റൈഫിളുകളുടെയും ഈ പറയുന്ന AI എനേബിൾഡ് വെപ്പൺ സിസ്റ്റത്തിൻ്റെയും അതുപോലെ തന്നെ ടാങ്ക് വേദ മിസൈലുകളുടെയും ഒക്കെ കരുത്തിൽ നമുക്കറിയാം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ അഗ്നി, പൃഥ്വി, ആകാശ്, പിനാക, ബ്രഹ്മോസ് തുടങ്ങി വലിയ ഒരു മിസൈൽ ശേഖരം തന്നെ നമുക്കുണ്ട്. എന്തായാലും ഇന്ത്യ ലോകശക്തികൾക്ക് മുന്നിൽ വലിയ കരുത്ത് തന്നെയാണ് നമ്മുടെ പ്രതിരോധ ആയുധ രംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്.